ദൈവനാമത്തിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസങ്ങളിൽ ദൈവമക്കളുമായി ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുവാനും പാടുവാനും ദൈവിക ചിന്തകളൊക്കെയും ധ്യാനിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛനിൽ കൂടിയും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളിൽ കൂടിയും ദൈവം അവസരം ഒരുക്കി തരുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ ക്രൂസയുടെ ഭാര്യ യോഹന്നായും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മഹത്വമേറിയ അങ്ങയുടെ തിരുവചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ ഇതാ അല്പസമയം താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. മാറ്റമില്ലാത്ത വചനം അവിടെയാണല്ലോ കർത്താവേ. ദൈവമേ, നീ അന്ധകാര ശക്തികളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കർത്താവേ, വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ ഇരുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവേ ഞങ്ങളെ അല്പസമയം എടുത്ത് കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. വചനം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഹല്ലേലൂയ, ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ തലമുറകൾക്കും ആമേൻ അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനയവും താഴ്മയുമായി അപേക്ഷിക്കുന്നു. ദയവുണ്ടായിക്കേട്ടെ, ഉത്തരം തരുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ അനേക സ്ത്രീകൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ തക്കവണ്ണം കടന്നുപോയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ സ്ത്രീകളെ കുറിച്ച് പ്രത്യേകമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് നമ്മുടെ കർത്താവായ അരുമനാഥന് വലിയ ഇഷ്ടമായിരുന്നു. കാരണം സ്ത്രീകൾക്ക് പ്രാധാന്യം ധാരാളം കൊടുത്തുകൊണ്ടായിരുന്നു എൻ്റെ യേശു പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ യേശു ക്രിസ്തു വചനങ്ങളൊക്കെയും വാരി വിതറിയത്. ദൈവത്തിന് സ്തോത്രം. കാരണം ഒരു സ്ത്രീ വചനം ഗ്രഹിക്കുന്നുവെങ്കിൽ അവൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പറയുമെന്ന് എൻ്റെ കർത്താവിന് അറിയാമായിരുന്നു. അന്ന് തന്നെ എന്ത് കിട്ടിയാലും അപ്പോൾ തന്നെ അത് മറ്റുള്ളവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കഴിവും പ്രാപ്തിയും സ്ത്രീകൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. എന്നാൽ പുരുഷന്മാരുടെ സംഖ്യകളെ കുറിച്ചോ അതൊന്നും അവിടെ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ ബാധിച്ച മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ ക്രൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ചിലരുടെ പേരുകളൊക്കെയും അവിടെ എടുത്തു പറയുന്നുണ്ട്. കാരണം നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്, എൻ്റെ കർത്താവ് നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തെ ഒരു പിശാച് വന്നിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടം കൊടുക്കരുതെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ശാരീരികമായി നമ്മൾക്ക് മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ലെങ്കിൽ തന്നെയും ദേവാലയത്തിൽ കടന്നു വരുവാനും നമ്മളിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഇരിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മൾക്ക് അവസരം തരുന്നുവെങ്കിൽ ദൈവത്തിന് മഹത്വമാണ് അവിടെ നമ്മൾ കരയേറ്റിടുന്നത്. എന്നാൽ ഈ സ്ത്രീയെ പറ്റി മഗ്ദല എന്ന് പറഞ്ഞ ദേശത്തെ നമ്മൾക്കെല്ലാം സുപരിചിതമായ ഒരു സ്ത്രീയാണ്. മഗ്ദല എന്ന് പറഞ്ഞ ദേശത്തുള്ളവളായതുകൊണ്ടാണ് അവളെ മഗ്ദലക്കാരത്തി മറിയ എന്ന് നാമകരണം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവളിൽ 7 ഭൂതം ബാധിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ 7 ഭൂതമെന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും ആത്മീയരാകുന്ന നമ്മളുടെ ശരീരത്തും ചില സന്ദർഭങ്ങളിൽ ഭൂതങ്ങൾ ബാധിച്ചിട്ട് അത് ഭവനത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കൂട്ടുകാരിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സംഭാഷണത്തിൽ നിന്നായിരിക്കാം. അത് നമ്മളുടെ കൂടെ ബാധിച്ചിട്ട് ദേവാലയങ്ങളിലും കടന്നു വന്നിട്ട് അത് വിഭ്രാന്തികളും പരിഭ്രമങ്ങളും ഒക്കെയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഈ സ്ത്രീയുടെ ശരീരത്തുണ്ടായിരുന്ന 7 ഭൂതത്തെ കർത്താവ് ഒന്നും ചെയ്തില്ല. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ എങ്ങനെയോ അവിടെ വന്നിരുന്നു എന്നൊന്നും മാത്രമല്ല, അവളെ ബന്ധിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് അവൾ കഷ്ടതകളും യാതനകളും അനുഭവിച്ചിട്ട് അവൾ ബന്ധസ്ഥനിയായി അവളുടെ കൈകാലുകൾ വിലങ്ങുകൊണ്ട് പൂട്ടിയിരുന്നെങ്കിലും ഒരവസ്ഥയിൽ എങ്ങനെയോ അവൾ ഇറങ്ങി ഓടുകയായിരുന്നു ചെയ്തിരുന്നത്. ദൈവത്തിന് സ്തോത്രം.
അങ്ങനെയാകുമ്പോഴാണ് അവൾ പോകുന്ന വഴിയിലെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയാണെന്നൊന്നും അവൾക്കറിയത്തില്ല. വലിയൊരാൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ഈ സ്ത്രീ അവിടേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ അവിടെ ഇരുന്നു. അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അവൾ അവിടെ ഇരുന്നു. എന്താണെന്നൊന്നും അവൾക്കറിയത്തില്ല. അപ്പോൾ വചനം ജഡമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വർഷിക്കുവാൻ തക്കൊണ്ട് ഇടയായി. പരിശുദ്ധാത്മാവിൻ്റെ ദൂത് കേട്ട ഉടനെ തന്നെ അവളൊരു ചലഞ്ചിങ് ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഒരു മാറ്റം ഉണ്ടായി, ഒരു പ്രക്രിയ ഉണ്ടായി. അതാണ് അവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. എന്താണ്? അവിടെ ഒരു സംഭവങ്ങളും ഉണ്ടായില്ല. വചനം ജഡമായി മനുഷ്യയിടയിൽ പാർത്തു. ദൈവമക്കളെ, ആരെങ്കിലും വചന ശുശ്രൂഷയുടെ മുൻപിലെ അലക്ഷ്യമായിട്ട് ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ലഭിച്ചിട്ട് നമ്മൾ കടന്നു പോകുന്നില്ല. വിശുദ്ധ വേദപുസ്തകം എടുത്ത് ആര് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഈ ടേബിളിലോ അവിടെയോ നിന്നാലും ശരി തന്നെ, നമ്മൾ അപ്പോഴേ ബൈബിൾ എടുക്കുക, ആ ഭാഗത്തെ നോട്ട് ചെയ്യുക, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, പ്രസംഗിക്കുന്ന ആളിനോടൊപ്പം നമ്മളെ യാത്ര ചെയ്യുക. അവരുടെ ആ സംസാര രീതികളും എങ്ങനെയാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ വേളയിലെ ഈ സ്ത്രീ 7 ഭൂതം ബാധിച്ച സ്ത്രീക്ക് അവിടെ രോഗസൗഖ്യം കിട്ടിയത് അവൾ വചനത്തിൻ്റെ മുൻപിൽ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ഇരിപ്പും പ്രവൃത്തികളും ഒക്കെ നന്നായിട്ടാണോ നമ്മൾ ഇരിക്കുന്നത്? അല്ല. നമ്മൾ വചനം ജഡമായി യേശുവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആര് തന്നെ പ്രസംഗിച്ചിരുന്നാലും വചനം സംസാരിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ നമ്മൾ വളരെ സന്തോഷത്തോടും വളരെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ഇരിക്കുകയാണെങ്കിൽ ആ വചനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. നമുക്ക് മാത്രമല്ല, നിന്റെ തലമുറയെ സന്ദർശിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. നീ ഓർത്തു നോക്കിക്കോണം. നീ ഇരട്ടത്ത് പറയുന്നതും നീ ഏത് രീതിയിൽ എന്ത് സംഭാഷണം ചെയ്യുന്നതും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിട്ടെ നിന്റെ തലമുറകളെ ഇന്നല്ലെങ്കിൽ നാളെ ആയിരുന്നാൽ ശരി സന്ദർശിക്കാതെ ദൈവം വിടുകയില്ല. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ സ്ത്രീ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നപ്പോൾ അവളുടെ 7 ഭൂതങ്ങളെയും അവൾക്കുണ്ടായിരുന്ന സകല അസ്വസ്ഥകളെയും മാറ്റിക്കൊടുത്തപ്പോൾ അവൾ എവിടെ പോയി? അവൾ കർത്താവിൻ്റെ ഉത്തമ സഖിയായിട്ട് ശിഷ്യത്വം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മധ്യത്തിൽ അവൾ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഇന്ന് പല ഉപദേശിമാരെയും പല അച്ഛന്മാരെയും നമ്മളുടെ ബഹുമാനപ്പെട്ട അച്ഛനെ തന്നെയും നമ്മൾ വചനങ്ങൾ വാരി വിതറിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര വചനങ്ങൾ ഗ്രഹിക്കുന്നു? നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന് ഇതിനെല്ലാം നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് വരും. ദൈവത്തിന് നീ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ജാതിയിൽ ഉന്നതനാകും. എൻ്റെ നീതിമാനായ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇരുവായ്ത്തലയുള്ള വാളാണ്. നിന്നെയും എന്നെയും കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു വരുത്താം. 2 പേർ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് എന്ത് വിഷയമാണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അവിടെ വലിയൊരു സംഭവം നടന്നു എന്ന് ഊതി വീർപ്പിച്ച മനുഷ്യനെ ഏറ്റവും വലിയ അബോധാവസ്ഥയിലാക്കുന്നതായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശീതവാനാകാനും പാടില്ല, ഉഷ്ണവാനാകാനും പാടില്ല. ശീതോഷ്ണനായാൽ ഞാൻ നിന്നെ വായിലെ ഉമ്മിണ്ട് കളി. പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടുന്നത് പോലെ എൻ്റെ കർത്താവ് വചന ശുശ്രൂഷയിൽ കൂടി പറഞ്ഞു. പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടുന്നത് പോലെ പറയുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചിട്ടെ. വാസ്തവമാണ്, എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അനുഭവമാണ്. അതിൽ നിന്നൊക്കെ എനിക്കൊരു മാറ്റം സംഭവിക്കണം. മാതാപിതാക്കൾ ചെയ്യുന്ന അന്യായത്തിൻ്റെ ഫലങ്ങൾ 7 തലമുറ വരെയും മാത്രമല്ല, ദൈവശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഒളിപ്പിച്ചിട്ട് നീ എവിടെയും പോകുവാൻ സാധ്യമല്ല. നമ്മൾ ഇതിനപ്പുറം നിൽക്കും. അവിടെ നിന്ന് നമ്മൾക്ക് ഒരു കാരണവശാലും ബഹുമാനമുള്ള അച്ഛൻ്റെ വാക്കുകളില്ലാതെ നമ്മൾ കയറി വരാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ മധുബാഹയിൽ കയറാൻ ആവശ്യമില്ലാത്തവർ നമ്മൾ പോകാൻ പാടില്ല. ശനിയാഴ്ച അതല്ല വിശുദ്ധ മധുബാഹയെ പറ്റി പറയുന്നത്. തീയല്ലോ ഈ മധുബാഹ, തീയിതിനെ ചുറ്റിടുന്നു, കകനകളെ നിങ്ങളിപ്പോൾ ഈ തീ ജ്വാലകളിൽ. കേട്ടോ പാട്ട്? അനുഭവമുള്ള പാട്ടാണ്. തീയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് വിശുദ്ധ മദ്ബാഹ. അവിടെ ആര് ശുശ്രൂഷക്കാരായിട്ട് കടന്നു പോകണമെങ്കിലും സത്യത്തിലും ആത്മാവിലും കടന്നു പോയില്ലെങ്കിൽ
അവിടെ നിൽക്കാൻ സാധിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുകയാകുന്നു, പ്രാർത്ഥനയിലായിരുന്നു, ആരാധനയിലായിരുന്നാലും, ഉപവാസത്തിലായിരുന്നാലും, നിന്റെ ഏത് പ്രവർത്തനങ്ങളിലായിരുന്നാലും നിന്റെ ഹൃദയത്തിന് ആത്മാർത്ഥമായ ഒരു പ്രക്രിയ ഉണ്ടായില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നെ നോക്കുമ്പോൾ മനുഷ്യരളക്കുന്ന അളവല്ല, ദൈവം നിന്നെ അളക്കും. നീ ഒന്ന് തള്ളിക്കളഞ്ഞ് നോക്കാരെങ്കിലും അവർ ജീവിക്കുന്നുണ്ടോ എന്ന് നീ ഒന്ന് നോക്ക്. പക്ഷേ നീ ദിനം പ്രതി നീ നശിച്ചുകൊണ്ടിരിക്കും. അവരൊക്കെയും ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടും. അത് നിന്റെ മുമ്പിൽ നീ കാണും. ദൈവത്തിന് മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞുകൊള്ളുക. ഞാൻ ജാതിയിൽ ഉന്നതനാകും. ദൈവത്തിന്റെ വചനങ്ങൾ എത്ര മൂർച്ചയേറിയ വാളാണെന്നറിയാമോ? ഇരുത്തലയും വാളുള്ളവാണ്. ദൈവസന്നിധിയിൽ ന്യായമല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനൊക്കെയും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ ഈ സ്ത്രീ എന്ത് ചെയ്തു? അവൾ വചനത്തിന്റെ മുൻപേ പോയി. അവൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, ആമേൻ. അവൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അവൾക്ക് പല ക്രൂശിന്റെ അനുഭവങ്ങളും ഉണ്ടായിരുന്നു, നിന്നയുണ്ടായിരുന്നു, ആക്ഷേപം ഉണ്ടായിരുന്നു. അവൾ മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ മാത്രമല്ല പോയത്, അനേക സ്ത്രീകൾ പോയിരുന്നു കർത്താവിന്റെ പാദപീഠത്തില്. എന്നാൽ അവസാനം വരെ കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയം വരെയും കണ്ണുനീർ ധാരധാരയായിട്ട് വീണ് കണ്ടത് സ്വന്തം മാതാവിനെയല്ലായിരുന്നു. ആമേൻ. ഈ 7 ഭൂതം വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ അവിടെ ഇരുന്നുകൊണ്ട് കണ്ണുനീർ ധാരധാരയായിട്ട് പൊഴിക്കുന്നത് എൻ്റെ യേശു കണ്ടു. ദൈവത്തിന് സ്തോത്രം. ബഹുമാനമുള്ള അച്ഛൻ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ കണ്ണുനീര് പൊഴിച്ച് ദൈവസന്നിധിയിൽ കരയണം. നമ്മൾ കണ്ണുനീര് പൊഴിച്ച് നമ്മൾ കരഞ്ഞെങ്കിൽ മാത്രമേ അച്ഛൻ അവിടെ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തൊക്കെ സാധിക്കുകയുള്ളൂ. എന്നാ മറ്റുള്ളവർ ചോദിക്കും, എന്തിനാ കരയുന്നേ? മനപ്രയാസം കൊണ്ട് വല്ലോ ആന്നോ? അല്ല, ഒരു തകർന്ന ഹൃദയത്തോടും ആമേൻ, ഒരു നുറുങ്ങിയ മനസ്സോടും കൂടി നീ നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചില്ലെങ്കിൽ നിന്റെ ആരാധന കൊണ്ട് യാതൊരു ഫലവുമില്ല. ആമേൻ. എനിക്കിപ്പോൾ 78 വയസ്സാവുന്നു. ഇനി 77 കഴിഞ്ഞ് 78 തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് ഓർമ്മയായി നാൾ മുതൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനും സൺഡേ സ്കൂളിൽ പോവുകയും പ്രസംഗ സ്ഥലത്തൊക്കെയും പോയി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിൽ എൻ്റെ അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളും, കാനഡ തൊട്ട് സകല യൂറോപ്യൻ സംസ്ഥാനങ്ങളും എനിക്ക് ഈ പാവപ്പെട്ട എനിക്ക് കാണുവാനുള്ള അവസരം എൻ്റെ ദൈവം ഒരുക്കി തന്നു. എങ്ങനെയാണ് ഒരുക്കിയെന്ന് വെച്ചാൽ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ചോദ്യചിഹ്നത്തിന് മുൻപിലൊന്നും ഞാൻ പതറാതെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലോട്ടൊന്ന് വിട്ടുകൊടുക്കേ. നിങ്ങൾക്ക് നിമിഷത്തിനകം അതിന് ഫലം കിട്ടിയില്ല എങ്കിൽ അതിന് മനുഷ്യർ നിങ്ങൾക്ക് യാതൊരു ഫലവും തരത്തില്ല. നമ്മളെ അറിയുന്ന നമ്മുടെ തമ്പുരാന്റെ പാദപീഠം, ആമേൻ, കിട്ടുന്ന സമയങ്ങളൊക്കെയും കടന്നു വരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നിന്റെ മക്കളെയും നിന്നെയും അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനാകുന്നേ. എന്റെയും നിന്റെയും പുകഴ്ച കൊണ്ടോ ഒന്നുമല്ല. നിന്റെ സന്നിധിയിൽ ആ മഗ്ദലക്കാരത്തി മറിയ കടന്നു വന്നപ്പോഴേ അവൾ ചിത്തഭ്രമമുള്ളവളായിട്ട്, അവൾക്ക് പരിസരം എന്തുവാണെന്ന് അറിയത്തില്ല, അവൾക്ക് വസ്ത്രധാരണമില്ലായിരുന്നു. എന്നാൽ അവൾ അവസാനം എന്തായി തീർന്നു? യേശുവിൻ്റെ ദൂത് വഹിക്കുന്നവളായി, അല്ലെങ്കിൽ ഉയർപ്പിന്റെ സാക്ഷ്യത്വമുള്ളവളായിട്ട് തീരുവാൻ തക്കോണം സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്ത്രീകളായിരിക്കുന്നവരെ, പുരുഷന്മാരായിരിക്കുന്നവരെ നമ്മളെപ്പോഴും ചിന്തിക്കണം. അല്ല, കുമാരനാശൻ പറയുന്നത് പോലെ ഈ ബലഹീനനെ യേശു പറഞ്ഞതുപോലെ ഏത് ബലഹീനനെയും ബലവാനാക്കുന്ന ശുശ്രൂഷയാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബലഹീനനായ ഒരു മനുഷ്യനെ നമ്മുടെ മുന്നിലോട്ട് അയച്ചാൽ അവർക്ക് വേദോസ്തവം വായിക്കാൻ അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ അവർക്ക് പാടാൻ അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ അവർക്ക് അച്ഛൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. ഈ കുഞ്ഞുങ്ങളെയൊക്കെയും അതിനുള്ള മുഖാന്തരമാക്കി വയ്ക്കുന്നതെന്ന് പറയുന്നത് അതൊരു വലിയ ശുശ്രൂഷയാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവർ ഭാവിയിലെ തലമുറകളായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ, നല്ല തലമുറകളായിട്ട് തീരണമെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ്. നല്ലൊരു ദേവാലയം പണിഞ്ഞു, നല്ല സന്നാഹങ്ങളൊക്കെ ഉണ്ട്, AC-യിൽ ഇരിക്കുന്നത് പോലെ എല്ലാമായി. നമ്മൾ ഓരോരുത്തരും ഓർക്കണം, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാകുന്നു.
നമ്മൾ ആഗ്രഹിക്കുന്നതിലുപരിയായി ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തി ജീവിതങ്ങളെ ഞാൻ ഇപ്പോൾ പറയുന്നില്ലെങ്കിലും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കാതെ പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം പുത്രിമാരെ, നിങ്ങളെയും ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ നേടുന്നതൊന്നും നിഷ്ഫലമായിട്ട് പോവുകയില്ല. സൺഡേ സ്കൂളിൽ കടന്നു വരികയും അതിനെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ആരാധനയിൽ സംബന്ധിക്കുകയും കർത്താവിന്റെ ശുശ്രൂഷയിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. അവിടെ അസൂയപ്പെട്ടിട്ടോ അവിടെ വേറൊരു രീതിയിൽ സംഭാഷണം നടത്തിയിട്ടോ ഇല്ലെങ്കിൽ വേറൊരു രീതിയിലാക്കിയിട്ടോ ഒന്നും നമ്മൾക്ക് പ്രയോജനമില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, ഞാൻ 55 വർഷക്കാലം കൊണ്ട് ഈ ഇളമ്പൽ റോഡ് സൈഡിൽ ഞാൻ താമസിക്കുകയാണ്. ഞാൻ മദ്യപാന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ അനേക സംഭവങ്ങളുടെ ദൃക്സാക്ഷിയായിട്ടുണ്ട്. ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യനെ ഞാൻ താങ്ങിയെടുത്തിട്ട് അവന് ഭക്ഷണവും ആഹാരം കൊടുത്തിട്ട് ഞാൻ ആരോടും പരസ്യമായിട്ട് പറഞ്ഞില്ല, ഈ വിശുദ്ധ ദേവാലയത്തിൽ നിന്ന് പറയുകയാണ്. ഒരുപാട് സംഗതികൾ എൻ്റെ കർത്താവ് എന്നെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഒരു സ്ഥലത്ത് നിന്നെ വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്നുവെങ്കിലേ അത് മറ്റുള്ളവരെ കാണിക്കാനല്ല, അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം നമ്മൾ ചെയ്യുന്നതൊന്നും അത് പൊതുവിൽ കാണിക്കുവാനുള്ള അല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിക്കും. വിശ്വാസമുള്ളവരെ മറ്റുള്ളവരോട് ചെയ്യുന്ന ഒന്നും അവർ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. അവർ കൊടുക്കുന്നതൊക്കെയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മുടെ ദേവാലയം നടത്തിപ്പും കാര്യമാകുമ്പോൾ നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം മാതാക്കളായ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. നമ്മുടെ ദേവാലയം നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾക്കിപ്പോൾ എന്തെല്ലാം സുഖ സൗകര്യങ്ങളാണ് ഈ ദൈവമക്കളാണ് തന്നിരിക്കുന്നത് ഓരോരുത്തർക്കും. ചില്ലറ കാശുകൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മുടെ ദേവാലയത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സാത്താൻ വന്ന് നമ്മുടെ ജീവിതത്തിന്റെ പരിശുദ്ധാത്മാവിനെ തട്ടിയെടുക്കുവാൻ ദൈവമക്കളെ ഒരിക്കലും നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. 1998 ഏപ്രിലില് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ ഒരു സംഭവമായിരുന്നു ഇറാഖും അമേരിക്കയുമായിട്ടുള്ള യുദ്ധം തുടങ്ങുവാൻ ആരംഭിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എന്നാൽ ഗാസയിലുണ്ടായ അനുഭവം നമ്മൾക്കറിയാം. ഗാസയിലുള്ള കുഞ്ഞുങ്ങളെയെല്ലാം അവരരിഞ്ഞു വീഴ്ത്തി. എത്രയോ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്നറിയാമോ? എന്നാൽ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്ത് സംഭവിച്ചു? ഇറാഖിനോട് യുദ്ധം ചെയ്യാനായിട്ട് അവന്റെ യുദ്ധ സാമഗ്രികൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും കൊട്ടാരങ്ങളും കണ്ടുകെട്ടാനായിട്ട് അമേരിക്ക പുറപ്പെടുവിച്ചു. ഇല്ലെങ്കിൽ അവിടെ യുദ്ധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവന്റെ യുദ്ധ സാമഗ്രികൾ എവിടെ ഇരിക്കുന്നോ എന്നുള്ളത് കണ്ടുകെട്ടണം അവർക്ക്. പക്ഷേ ഇറാഖ് അതിന് സമ്മതിച്ചില്ല. സദ്ദാം ഹുസൈൻ അത് സമ്മതിച്ചില്ല. 1998 ഏപ്രിലാണ് അത് സംഭവിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ആയിരുന്ന കോഫി അന്നൻ എന്ത് ചെയ്തെന്നറിയാമോ? ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത സദ്ദാം ഹുസൈൻ്റെ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് പുള്ളി എത്രയും പെട്ടെന്ന് ഇറാനിലോട്ട് കടന്നു വന്നു. സദ്ദാം ഹുസൈനുമായിട്ട് ഒരു അനുരഞ്ജന സംഭാഷണം നടത്തി. ദൈവത്തിന് സ്തോത്രം. അത് ഏറ്റവും ഒരു അനുഗ്രഹപ്പെട്ട ഒരു കാര്യമായിരുന്നു. ആ അനുരഞ്ജന സംഭാഷണത്തിൽ കൂടെ എന്ത് സംഭവിച്ചു? ആ യുദ്ധം ഒഴിവായി. ദൈവത്തിന് സ്തോത്രം. യുദ്ധം ഒഴിവായി. ലോകം ആ മനുഷ്യനെ എന്തു പറഞ്ഞെന്നറിയാമോ? എൻ്റെ അരുമനാഥനേക്കാൾ വില കൂടിയ ഒരു മനുഷ്യനായി ആ മനുഷ്യനെ, ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ആയിരുന്ന കോഫി അന്നനെ അഭിനന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്യുന്ന കാരുണ്യങ്ങളൊക്കെ ചില മനുഷ്യർ ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ അവർക്ക് ദൈവം ഇറങ്ങി വന്നു കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ താഴ്മയോട് നിന്നുകൊണ്ട് ഈ സ്ത്രീ ചെയ്തതുപോലെ യേശുവിൻ്റെ ക്രൂശിൻ്റെ അരികെ വരെയും അവൾ കർത്താവിന് വേണ്ടി കണ്ണുനീർ പൊഴിച്ചു. അവളെ കർത്താവ് കണ്ടു. നിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ദൂരെ നിന്ന് അറിയുന്നു. നീ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് ഞാൻ അറിയുന്നു. തിരുവചനം ചുമ്മാതൊന്നും അല്ല എഴുതി വച്ചിരിക്കുന്നത്. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന മർമ്മരസങ്ങളെ നമ്മൾ ഓർത്തു നോക്കുമ്പോൾ നിന്നെ പറ്റി എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിന് അറിയാം. എൻ്റെ കർത്താവ് നിന്നെക്കുറിച്ച് അറിയുന്നുണ്ട്. നിന്റെ നിരൂപണങ്ങളൊക്കെ ദൂരെ നിന്ന് അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മോനിക്ക തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചത്, അഗസ്ത്യൻ തൻ്റെ മകന് വേണ്ടി അവർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ആരാണ് മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ടത്? കൂടുതലും അമ്മമാരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അമ്മമാര് രാത്രി ഉറങ്ങുന്ന സമയത്ത് തൻ്റെ മക്കൾ കേൾക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവം തൻ്റെ മക്കളിൽ കൂടി പ്രവർത്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും മക്കൾ വിദൂര ദേശങ്ങളിലാണ് താമസിക്കുന്നത്. അവരൊന്നും അവിടെ സുഖിക്കുമല്ല. അവർക്കെല്ലാം ശരിയായ ജോലികളുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നതിന് ഒരുപാട് സമ്പത്ത് അവർക്ക് ആവശ്യമുണ്ട്. അവർക്ക് വാഹനങ്ങൾ വേണം. അവർക്ക് അവിടെ ചർച്ചുകളുണ്ട്. അവർക്കുമുണ്ട് എല്ലാം. എന്നാൽ അവരുടെ പോക്കിലും വരവിലും അവർ അന്യ സംസ്ഥാനത്ത് താമസിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയാവൂ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഭീകരമായ അവസ്ഥ. നമ്മുടെ നാട് എത്രയോ നല്ലതാണെന്ന്. ദൈവത്തിന് സ്തോത്രം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. തപ്പോടും കിന്നരത്തോടും വാദ്യത്തോടും ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ആർക്ക് സാധിച്ചു? മോനിക്കായിക്ക് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. അനേക നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ആ മകൻ ബിഷപ്പായി ദൈവഭക്തനായൊരു മകനായിട്ട് തീരുവാൻ തക്കവണ്ണം സാധിച്ചു. ദൈവമക്കളെ, ഈ കാലയളവിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് വേണ്ടി മദർ തെരേസയോട് ചോദിച്ചു, മനുഷ്യർ നിങ്ങളുടെ ഈ എന്തുവാണ് ആ മദർ തെരേസയോട് ചോദിച്ചെന്നറിയാം. ചോദിച്ച വ്യക്തിയോട് മദർ തെരേസ പറഞ്ഞത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനെ നിങ്ങൾ ദൈവത്തെ സ്തുതിപ്പിൻ. അതല്ലാതെ എനിക്ക് മറ്റൊരാഗ്രഹവും ലോകത്തിലില്ല. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഒരു മനുഷ്യന്റെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിച്ചെങ്കിൽ മാത്രമേ ദൈവമക്കൾ അതിലോട്ട് കടന്നു വരുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുമാത്രം ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ, നീ എല്ലാവരും നിന്ദിക്കുന്നതായിട്ടുള്ള ദൈവത്തിന് സ്തോത്രം, എല്ലാവരും നിന്ദിക്കുന്ന സഖായിയെയും എല്ലാവരും നിന്ദിക്കുന്ന കല്ലെറിയുന്നതായ പാപിനിയായ സ്ത്രീയെയും രക്ഷിച്ച കർത്താവ്, തൻ്റെ മക്കള് അടുത്തിയെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവ് രക്ഷിക്കുവാൻ ബാധ്യസ്ഥനാണ്. ദൈവം ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിലെ ദേവാലയത്തിൽ വരുമ്പോൾ ദൈവഭക്തിയോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. സങ്കടങ്ങൾ വരുന്ന സ്റ്റേജുകൾ ഉണ്ടായാലും നമ്മൾക്ക് പറയുവാൻ ഭയമാണ്. കാരണം നോക്കുമ്പോൾ മദ്ബാഹയിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾക്ക് ദൈവത്തിന് ഹിതമല്ലാത്തത് ഒരു വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വീഴാതിരിക്കുവാൻ, ഇത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങലായി തീരുവാൻ എപ്പോഴും അവർ കാര്യാദികളെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ആക്കി തരുമ്പോൾ വന്നു നിൽക്കുന്ന അച്ഛന് വേണ്ടിയും നമ്മൾ ഓരോ ഭവനവും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളുടെ ഭവനത്തെയും ദൈവം വഴി നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വചന ശുശ്രൂഷയിൽ ഞാൻ ഇരുന്നു കൊള്ളുന്നു.